ഗുഡ് ഈവനിങ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഫങ്ഷൻസിന്റെ റോസ്റ്റർ ഫോം അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫങ്ഷൻ തന്നെ ഡൊമൈനും റേഞ്ചും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബൈജക്റ്റീവ് ഫങ്ഷൻ 1 1 ഓൺ 2 മെനി 1 അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതെല്ലാം റോസ്റ്റർ ഫോമിലുള്ളതാണ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ തന്നെ സെറ്റ് ബിൽഡർ ഫോമിലുള്ളതിന്റെ ഫംഗ്ഷന്റെ 1 1 ഓൺ 2 അങ്ങനെയുള്ള ക്വസ്റ്റ്യനും രണ്ട് രീതിയിലും റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡറും മാറി മാറി ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു. ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. എഫ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 to r, ഇങ്ങനെ പല രീതിയിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. അപ്പൊ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ഇതാണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എഫ്. ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്നതിലെ ഇൻവേഴ്സ് കാണണം. അപ്പൊ ഇൻവേഴ്സ് കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കണം. ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ 1 1 ഉം ഓൺ 2 ആയിരിക്കണം. 1 1 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 1 1 എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവും ഓൺ 2 എന്ന് പറഞ്ഞാൽ സർജക്റ്റീവും ആണ്. 1 1 ഓൺ 2 ആണെങ്കിൽ മാത്രമേ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആകത്തുള്ളൂ. ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ നോക്കുക, ഇങ്ങനെ തരുന്ന ഫംഗ്ഷൻ, റോസ്റ്റർ ഫോമിൽ അല്ലാത്ത ഫംഗ്ഷൻ 1 1 ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡ് നോക്കുക. എഫ് ഓഫ് എക്സ് 1 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഫങ്ഷൻസ് എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2ഉം ഈക്വൽ ആണെങ്കിൽ, അതിലെ പോയിന്റ്സ് ഈക്വൽ ആയിട്ട് വന്നാൽ ഇതാണ് 1 1. 1 1ന്റെ കണ്ടീഷന്റെ ഇത് ഒരു കണ്ടീഷൻ. എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2ഉം ഇക്വേറ്റ് ചെയ്തിട്ട് എക്സ് 1 ഈസ് ഈക്വൽ ടു എക്സ് 2 ആണെങ്കിൽ അതാണ് 1 1. നോക്കുക, എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. ഫംഗ്ഷൻ ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ബൈ എക്സ് പ്ലസ് 2. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ ബൈ വൈ പ്ലസ് 2. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 ബൈ 4 പ്ലസ് 2. അപ്പൊ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എക്സ് 1 ആണ്, എക്സിന്റെ സ്ഥാനത്ത് എക്സ് 1. അപ്പൊ ഈ വാല്യൂ എക്സ് 1 ബൈ എക്സ് 1 പ്ലസ് 2. എഫ് ഓഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ എക്സ് 2 ബൈ എക്സ് 2 പ്ലസ് 2. എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുമ്പോൾ എക്സിന് പകരം എക്സ് 1, എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുമ്പോൾ എക്സിന് പകരം എക്സ് 2. അത് നമ്മൾ അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് പോയിന്റ്സ് ഈക്വൽ ആയിട്ട് വന്നാൽ അതാണ് 1 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് 1 ഇൻറ്റു എക്സ് 2 പ്ലസ് 2 ഈസ് ഈക്വൽ ടു എക്സ് 2 ഇൻറ്റു എക്സ് 1 പ്ലസ് 2. ബ്രാക്കറ്റ് മാറ്റുമ്പം എക്സ് 1 എക്സ് 2 പ്ലസ് 2 എക്സ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ അതുപോലെ തന്നെ എക്സ് 1 എക്സ് 2 പ്ലസ് 2 എക്സ് 2. റൈറ്റ് സൈഡിലെ വാല്യൂ ലെഫ്റ്റിൽ വരുമ്പം ഈ പ്ലസ് എക്സ് 1 എക്സ് 2 ഇപ്പുറത്ത് വരുമ്പം മൈനസ് എക്സ് 1 എക്സ് 2 ആയി ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് 2 എക്സ് 1 ഈസ് ഈക്വൽ ടു 2 എക്സ് 2. ഇൻറ്റു ആയതുകൊണ്ട് 2ഉം ക്യാൻസൽ ആയി പോയി. എക്സ് 1 ഈസ് ഈക്വൽ ടു എക്സ് 2. അപ്പൊ എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2വിൽ നിന്നും എക്സ് 1 ഈസ് ഈക്വൽ ടു എക്സ് 2 വന്നാൽ ഇതാണ് 1 1 ഫംഗ്ഷൻ. 1 1 ഫംഗ്ഷൻ, ഇതാണ് 1 1 ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2വിൽ നിന്നും എക്സ് 1 ഈസ് ഈക്വൽ ടു എക്സ് 2 വന്നാൽ ആ ഫംഗ്ഷൻ ആണ് 1 1 ഫംഗ്ഷൻ. വേറെ പേര് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. 1 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ്, ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നാൽ 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി ഓൺ 2 ആണ്, 1 1 ആണ്. ഇനി അതിലെ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ
മൂന്ന് സ്റ്റെപ്സ് ആണ് ഓൺ ടുവിന്. എഫ് ഓഫ് എക്സും വൈയും സെയിം തന്നെയാണ്. എഫ് ഓഫ് എക്സും വൈയും സെയിം ആണ്. എഫ് ഓഫ് എക്സിന് പകരം വൈ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എക്സ് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതണം. എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. തേർഡ് സ്റ്റെപ്പിൽ എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. തേർഡ് സ്റ്റെപ്പിൽ എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലെ വേറെ പേരാണ് സർജക്റ്റീവ്. ഓൺ ടു അല്ലെങ്കിൽ സർജക്റ്റീവ്. 1 ചെയ്തത് കഴിഞ്ഞിട്ട് ഓൺ ടു ചെയ്യാൻ ഇത്രയും സ്റ്റെപ്സ് നോക്കണം. എഫ് ഓഫ് എക്സിന് പകരം വൈ ഇക്വേറ്റ് ചെയ്യണം. പുട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ക്വസ്റ്റിന്റെ അകത്തുനിന്ന് എഫ് ഓഫ് എക്സിന് പകരം വൈ ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു. എഫ് ഓഫ് എക്സിന് പകരം വൈ കൊടുത്തു. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് ടു. ഇപ്പൊ ക്വസ്റ്റ്യൻ വൈ എല്ലാം എക്സിന്റെ ടേംസിലാണ് ക്വസ്റ്റ്യനിലുള്ളത്. തിരിച്ചാക്കണം. എക്സ് മാത്രം ഒരു സൈഡിലും ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. അതാണ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്ന് എഴുതിയത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ വൈ ഇൻറ്റു എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു എക്സ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എക്സ് വൈ പ്ലസ് 2y ഇസ് ഈക്വൽ ടു എക്സ്. എക്സ് എല്ലാം കൂടി ഒരു സൈഡിൽ കണക്ട് ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലസ് എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2y. എക്സ് കോമൺ ആയിട്ട് എടുത്തു. വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 2y. വൈ മൈനസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 2y. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2y ബൈ വൈ മൈനസ് 1. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 2y ബൈ വൈ മൈനസ് 1. അപ്പൊ എക്സ് എല്ലാം വൈയുടെ ടേംസിലായി. നോക്കുക, വൈ എല്ലാം എക്സിന്റെ ടേംസിലാണ് ക്വസ്റ്റ്യൻ. നമ്മൾ തിരിച്ച് എക്സ് എല്ലാം വൈയുടെ ടേംസിലായി. അപ്പൊ എക്സ് എല്ലാം വൈയുടെ ടേംസിലായി. ഈ മൈനസ് മാറ്റാൻ ഒന്നുകിൽ മൈനസ് താഴോട്ട് കൊടുക്കുക, അല്ലെ താഴെ നിന്നൊരു മൈനസ് കോമൺ എടുക്കുക. മൈനസ് താഴെ കൊടുത്താൽ 2y ബൈ താഴെ മൈനസ് കൊടുത്താൽ മൈനസ് വൈ പ്ലസ് 1 ആണ്. 1 മൈനസ് വൈ. അപ്പൊ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ആയി. എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതി. ഇനി ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം. എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതിയതിന് ശേഷം എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം ഈ കിട്ടിയ വാല്യൂ എഴുതണം. 2y ബൈ 1 മൈനസ് വൈ. 2y ബൈ 1 മൈനസ് വൈ. ഇവിടെ നോക്കാം, എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണോ തരുന്ന ആ വാല്യൂ ബൈ എക്സ് പ്ലസ് 2 ആണ്. എഫ് ഓഫ് 0 ആണ് 0 ബൈ 0 പ്ലസ് 2. അപ്പൊ ഇത് മൊത്തമാണ് എക്സ്. ഒന്ന് പറയാമോ? ഇത് മൊത്തം എക്സാ. ഇത് മൊത്തം എക്സ്. ഈ 2y ബൈ 1 മൈനസ് വൈ ആണ് എക്സിന്റെ സ്ഥാനത്തുള്ളത്. ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാമോ? ഇവിടെ ഇട്ട് പറയണം. ഒന്നുകൂടെ പറയാം. എഫ് ഓഫ് 4 ആണെങ്കിൽ 4 ബൈ 4 പ്ലസ് 2. എഫ് ഓഫ് ഇസഡ് ആണ് ഇസഡ് ബൈ ഇസഡ് പ്ലസ് 2. അപ്പൊ ഇത് മൊത്തമാണ് എക്സ്. ഇത് മൊത്തം എക്സ്. ഈ സ്ഥാനത്ത് എഫിനകത്ത് വരുന്നതാണ് എക്സ്. ഇവിടെ ഇട്ട് പറഞ്ഞ്, ഇവിടെ എഫിനകത്ത് വരുന്നതാണ് എക്സ്. ആരേലും പറയ്. ഈ വാല്യൂ, ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്നതിൻ്റെ അകത്ത് എക്സിന്റെ സ്ഥാനത്താണ് ഈ വാല്യൂ വന്നത്. അപ്പൊ ഇത് ഡിഫൈൻ ചെയ്ത് പറ. പറയുന്ന കേൾക്കാമോ?
കേൾക്കാമോ? ആൻസർ പറയാൻ പറ്റും? പറഞ്ഞ ആൻസർ ആരേലും ഒന്ന് പറയാമോ നോക്കിയടെ. എക്സിന് പകരം ഈ വാല്യൂ ഇട്ട് പറഞ്ഞ ഇതിനകത്ത്. ബൈ 1 മൈനസ് വൈ പറ. എഫ് വേണ്ട, ഇത് ഡിഫൈൻ ചെയ്യേണ്ട എഫ് വേണ്ട. ഇനി 2y ബൈ 1 minus y ഡിവൈഡഡ് ബൈ 2y by 1 minus y plus 2. കറക്റ്റ്, വെരി ഗുഡ്. 2y ബൈ 1 മൈനസ് വൈ പ്ലസ് 2. അപ്പം ക്വസ്റ്റ്യൻ അകത്ത് എങ്ങനെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് അവിടെ ഇട്ട് കൊടുക്കണം. അപ്പൊ എക്സിന് പകരം ഈ വാല്യൂ വന്നു. അപ്പൊ അത് നമ്മൾ അവിടെ ഇട്ട് കൊടുത്ത് അറേഞ്ച് ചെയ്യുക. അപ്പൊ 2y ബൈ 1 മൈനസ് വൈ മുകളിലുണ്ട്, താഴെയാണ് ഇത് 2 ബൈ 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം 2 ബൈ 1 ആണ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 2y പ്ലസ് 2 into 1 minus y divided by 1 minus y. 1 minus y അങ്ങ് ക്യാൻസൽ ആയി പോയി. ബാക്കി മിച്ചം 2y by 2y plus 2 minus 2y. മൈനസ് 2y പ്ലസ് 2y ക്യാൻസൽ ആയി പോയി. 2y by 2 ആണ്. 2 കൂടെ വെട്ടിപ്പോയി. അപ്പൊ ആൻസർ y. അപ്പൊ എഫ് ഓഫ് എക്സ് y ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഇറ്റ് ഈസ് ഓൺ ടു എന്ന് നമുക്ക് എടുത്തെഴുതാം. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾക്ക് തരുന്നത് സിമ്പിൾ ആയിട്ടുള്ളതാണ്, എളുപ്പം ആൻസർ വരുന്നതാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഓൺ ടു ആണ്. അപ്പൊ എഫ് 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്തു. 1 പ്ലസ് ഓൺ ടു ആണെങ്കിൽ ആ ഫംഗ്ഷൻ ആണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ബൈജക്റ്റീവിന്റെ വേറെ പേരും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇൻവേർട്ടബിൾ. ബൈജക്റ്റീവിന്റെ വേറെ പേരാണ് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ. അപ്പൊ ബൈജക്റ്റീവ് ഫംഗ്ഷന് അല്ലെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആവുമ്പോ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ ഇൻവേഴ്സ് എക്സിസ്റ്റ്, ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, എക്സ് എന്ന് പറഞ്ഞാൽ എഫ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുമ്പോൾ അത് ഇൻവേഴ്സ് ആയി മാറും. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് വൈ. അപ്പൊ ഈ കിട്ടിയ എക്സ് 2y ബൈ 1 മൈനസ് വൈ, ആ എക്സിന് പകരം ഈ എഫ് ഇൻവേഴ്സ് വൈ കൊടുക്കണം. എഫ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു 2y ബൈ 1 മൈനസ് വൈ. 2y ബൈ 1 മൈനസ് വൈ. ഇതാണ് എഫ് ഇൻവേഴ്സ് വൈ. ഇതാണ് ഇൻവേഴ്സ്. ഈ ഇൻവേഴ്സ് ക്വസ്റ്റ്യൻ എക്സിലായതുകൊണ്ട് വൈ എല്ലാം മാറ്റി എക്സിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ എഫ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 2x ബൈ 1 മൈനസ് എക്സ്. എഫ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 2x ബൈ 1 മൈനസ് എക്സ്. അപ്പൊ ഇൻവേഴ്സ് കിട്ടി. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, അതാകുമ്പോ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ എഫ് ഫ്രം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ എഫ് ഫ്രം ആർ ടു ആർ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ഓരോന്നിൽ നിന്നും. അത് നോക്കണ്ട, ഫംഗ്ഷൻ തരുന്ന നോക്കണം. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് is equal to 4x plus 3. f of x is equal to 4x plus 3. Show that f is invertible. Show that f is invertible. Show that f is invertible. Invertible ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. f from r to r given by f of x is equal to 4x plus 3. Show that f is invertible. ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ 1 ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുവിൽ നിന്നും x1 ഈസ് ഈക്വൽ ടു x2 വന്നാൽ അതാണ് 1. ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x പ്ലസ് 3. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 4y പ്ലസ് 3. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 4 into 2 plus 3.
അപ്പൊ എഫ് ഓഫ് എക്സ് വൺ പറഞ്ഞ് എഫ് ഓഫ് എക്സ് വൺ ഇത് ഇട്ട് പറ എക്സിന് വരെ എക്സ് വൺ, എക്സിന്റെ സ്ഥാനത്ത് എക്സ് വൺ ഇട്ട് പറയണം. F of x1 4x1 plus 3. Correct. 4x1 plus 3. 4x1 plus 3 is equal to f of x2 എന്ന് പറഞ്ഞാൽ 4x2 plus 3. 2x2 plus 3. ആ അപ്പൊ ഈ പ്ലസ് 3 ഇപ്പുറത്ത് വരുമ്പോ -3 ആകും, രണ്ടും ക്യാൻസൽ ആയി പോയി. 4x1 is equal to 4x2. രണ്ട് 4ഉം ക്യാൻസൽ ആയി പോയി. x1 is equal to x2. അപ്പൊ ഇത് 1 1 ആയി. ഇത്രയും കിട്ടിയാൽ മതി 1 1 ആണ്, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. 1 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഓൺ ടു ആണോ നോക്കാൻ പറയ്. നമ്മൾ എല്ലാ പ്രോഗ്രാമിനും എക്സിന് വാല്യൂ കൊടുക്കുന്നത് 1 ആയിട്ടും 2 ആയിട്ടും ആണോ? അത് x1 x2 ഇട്ട് അങ്ങ് ചെയ്താൽ മതി. 1 2 അല്ല, എക്സ് പോയിന്റ്സ് x1 എക്സിന് പകരം x1ഉം എക്സിന് വരെ x2 ഇട്ട് രണ്ട് പോയിന്റ്സ് ആയിട്ട് എടുത്ത് അങ്ങ് ചെയ്താൽ മതി. എല്ലാത്തിലും സെയിം ആണ് മെത്തേഡ്. എന്നിട്ട് കിട്ടുമ്പം x1 x2 ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ഇത് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ഇക്വേറ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കണം x1 ഈസ് ഈക്വൽ ടു x2. അതാണ് 1 1. അപ്പൊ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ൽ നിന്നും x1 ഈസ് ഈക്വൽ ടു x2 വരുമ്പോ അത് 1 1 ആയി. ഓക്കെ ആണോ? അടുത്ത സ്റ്റെപ്പ് പുട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഓൺ ടു ആണോ നോക്കാൻ എഫ് ഓഫ് എക്സിന് പകരം വൈ ഇക്വേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ എഫ് ഓഫ് എക്സ് ഉള്ളതിന് പകരം വൈ ഇക്വേറ്റ് ചെയ്തു. അപ്പൊ വൈ ഇസ് ഈക്വൽ ടു 4x plus 3. വൈ ഇസ് ഈക്വൽ ടു 4x plus 3. വൈ അല്ല ഇപ്പൊ എക്സിന്റെ ടേംസിലാണ്, തിരിച്ച് എക്സ് എല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. വൈ ഇസ് ഈക്വൽ ടു 4x plus 3 എക്സ് മാത്രം ഒരു സൈഡിലും ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ എഴുതണം. അങ്ങനെ എഴുതുമ്പം ഈ 4x ഒന്നുകിൽ ഇപ്പുറത്ത് വരണം, അല്ല 4x അവിടെ നിർത്തുക. വൈ പ്ലസ് 3 ഇപ്പുറത്ത് വരുമ്പോ -3 ഇസ് ഈക്വൽ ടു 4x. എക്സ് മാത്രം ഒരു സൈഡിൽ നിർത്തുമ്പം എക്സ് ഈസ് ഈക്വൽ ടു y -3 by 4. അപ്പൊ എക്സ് എല്ലാം y-3 എക്സ് എല്ലാം വൈയുടെ ടേംസിലാണ്. അപ്പൊ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ, എക്സ് ഇൻ ടേംസ് ഓഫ് വൈ, എക്സ് എല്ലാം വൈയുടെ ടേംസിലായി. അപ്പൊ ഇനി പ്രൂവ് ചെയ്ത് കാണിക്കണം. എഫ് ഓഫ് എക്സ് വൈ ആണ് കിട്ടിയതെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഈ കിട്ടിയ എക്സ്, ഇതാണ് എക്സ്, y-3 by 4. y-3 by 4 എക്സ് എന്ന് പറഞ്ഞാൽ y-3 by 4. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x plus 3. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 4 into y plus 3. അപ്പൊ ഇത് മൊത്തം എക്സ് ആയിട്ട് എടുക്കണം. y-3 by 4 ആണ് എക്സിന്റെ സ്ഥാനത്ത്. ഇത് മൊത്തം എക്സ്. ഒന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞ് ഇതിലിട്ട് പറ. ഇതാണ് എക്സ്. എഫിനകത്ത് വരുന്ന എന്താണോ അതാണ് എക്സ്. എഫിനകത്ത് വരുന്നതാണ് എക്സ്. ഇതിലിട്ട് പറ. 4 into y-3 by 4 plus 3. Plus 3, correct. 4 into y-3 by 4 plus 3. ജിബിനാണോ ആൻസർ പറയുന്നത്? വെരി ഗുഡ്. ജിബിനോട് ഇല്ലായിരുന്നെങ്കിൽ ക്ലാസ് എങ്ങനെ പോയേനെ? അവാർഡ് ഫിലിം പോലെ ഇരുന്നേനെ. അപ്പൊ നോക്കാം, 4ഉം 4ഉം ക്യാൻസൽ ആയി പോയി. y-3 plus 3, -3ഉം +3ഉം വെട്ടിപ്പോയി. അപ്പൊ ആൻസർ y ആയി. അപ്പൊ എഫ് ഓഫ് എക്സ് y ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു. അപ്പൊ അത് ഓൺ ടു ഫംഗ്ഷൻ ആണ്. ജിബിനെ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺ ടു ആണോന്ന് ചെയ്യാൻ
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് ഇക്വേറ്റ് ചെയ്ത് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സിന് പകരം വൈ കൊടുത്തിട്ട് എക്സ് മാത്രം ഒരു സൈഡിലും ബാക്കിയെല്ലാം വൈയുടെ ടേംസിൽ എഴുതിയിട്ട് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ വരെ എഴുതി. പിന്നെ എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പ്രൂവ് ചെയ്ത് കിട്ടും. അപ്പൊ ഓൺ ടു ആണ്. ഓൺ ടുവിന്റെ വേറൊരു പേര് സർജക്റ്റീവ്, 1-1ന്റെ വേറൊരു പേര് ഇൻജക്റ്റീവ്. ഈ രണ്ട് ഫംഗ്ഷനും ഉണ്ടെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്. അതിന്റെ വേറൊരു പേരാണ് ഇൻവേർട്ടബിൾ. അപ്പൊ എഫ് ഈസ് ഇൻവേർട്ടബിൾ. എഫിനകത്ത് ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഇൻവേഴ്സ് കാണാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് വൈ. അപ്പൊ എക്സിന് പകരം ഇവിടെ ഈ എക്സിന് പകരം എഫ് ഇൻവേഴ്സ് വൈ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3/4. ഇത്ര എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഈ വൈ എല്ലാം എക്സിലോട്ട് മാറ്റണമെന്നൊന്നുമില്ല. ഇത്ര എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടും. ഇതാണ് 1-1 ഫംഗ്ഷൻ. 1-1ഉം ഓൺ ടു സെറ്റ് ബിൽഡർ ഫോമിൽ നിന്ന് ചെയ്യുന്നതാണ് 1-1 ഓൺ ടു. ടെക്സ്റ്റ് ബുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാനായിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനായിട്ട് എഴുതണം. ചെയ്ത് നോക്കാൻ കിട്ടത്തില്ല പറയുക. എഫ് ഫ്രം ആർ ടു ആർ be defined by f of x is equal to 3x minus 7. ഇത് ചെയ്ത് നോക്കണം. ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവേർട്ടബിൾ. സ്റ്റക്കായി പോവാണെ പറയുക. ഇതാണ് ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ. ഇൻവേർട്ടബിൾ. പിന്നെ അടുത്തത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പോസിഷൻ പഠിച്ചു. എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും. ഇനി ഒരു മെട്രിക്സ് ഫോമിൽ ഇത് തരുമ്പോ, മറ്റേ അത് ഫംഗ്ഷൻ ആയിരുന്നു തന്നത്, അല്ലെങ്കിൽ വാല്യൂസ് റോസ്റ്റർ ഫോമിലായിരുന്നു ചെയ്തത്. എഫ് ഡോട്ട് ജിയും ജി ഡോട്ട് എഫും. ഇനി ഇപ്പൊ തരുന്നത് ഇപ്പൊ മെട്രിക്സ് ഫോമില് 1 2 3 4. ഇവിടെ കറസ്പോണ്ടിങ് 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 1, 4ന്റെ ഇമേജ് 3. ഇങ്ങനെ തന്നെന്ന് മാത്രമേ ഉള്ളൂ. നേരെ ഈ ഫോമിൽ ഇങ്ങനെ തന്നേ ഉള്ളൂ. ജിക്കകത്തും തരുന്ന അതുപോലെ തന്നെ 1 2 3 4. ഇവിടെ 3 2 1 4, 3 2 1 4. അപ്പൊ ഇവിടെ ഫൈൻഡ് എഫ് ഡോട്ട് ജി. എഫ് ഡോട്ട് ജി എന്ന് പറഞ്ഞാൽ എഫ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയായിരുന്നു. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് ആയിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. എഫ് ഡോട്ട് ജി ഓഫ് എക്സും എഫ് ഓഫ് ജി ഓഫ് എക്സും ഒന്ന് തന്നെ. അപ്പൊ ഇതിനകത്ത് നോക്കേണ്ടത് എഫ് ഡോട്ട് ജി കാണുമ്പം ജിക്കകത്തുള്ള വാല്യൂസ് ഇപ്പൊ ആദ്യം ഫസ്റ്റ് അതുപോലെ തന്നെ എഴുതണം. 1 2 3 4. എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂസ് ആണ് ആദ്യം എടുക്കേണ്ടത്. ജിക്കകത്തുള്ള എക്സിന്റെ വാല്യൂസ്. ശ്രദ്ധിക്കുക ഇങ്ങോട്ട്. ജി നോക്കണം ആദ്യം. ജിയില് 1ന്റെ താഴെ 1ന്റെ ഇമേജ് 3 ആണ്. ആ 3 ഇവിടെ എഫ് വരുമ്പോ നോക്കണം. 3യുടെ ഇമേജ് 1. അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയാം. ജിയിൽ ആദ്യം നോക്കണം. 2ന്റെ ഇമേജ് 2, ഈ 2ന്റെ ഇമേജ് 4 ആണ്. എഫ് വന്നേ കംപ്ലീറ്റ് ആവുള്ളൂ. 3 പറഞ്ഞ് 3. ജിയിൽ നിന്ന് എഫിലോട്ട് പോട്ടെ. 3യുടേത് 3 to 1. ആ പിന്നെ ഇവിടെ വാ. 1 to 2. 4 പറ. 4ന്റെ ഇമേജ് 4, ആ 4ന്റെ ഇമേജ് 3.
കറക്റ്റ്. ഓക്കെ, അപ്പൊ എഫ് ഡോട്ട് ജി കഴിഞ്ഞു. അതേപോലെ ജി ഡോട്ട് എഫ് തിരിച്ചു പറയണം. ജി ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ അറിയാം എഫിന്റെ ഇതുപോലെ തന്നെ തിരിച്ച് ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. പറ, തിരിച്ചു പറയാം. എക്സ് എഫ് പോണേ ആദ്യം 1ന്റെ ഇമേജ് 2, 2ന്റെ നേരെ ഇമേജ് 2. അതുപോലെ എഫ് എന്ന് പറ ആദ്യം. ആ 2ന്റെ ഇമേജ് 4. ആ ഇവിടെ 4 ടു 4ന്റെ ഇമേജ് 4. കറക്റ്റ്. 3യുടെ പറ. 3യുടെ ഇമേജ് 1, 1ന്റെ ഇമേജ് 3. 1ന്റെ ഇമേജ് 3. 4ന്റെ 4ന്റെ ഇമേജ് 3. 3യുടെ ഇമേജ് 1. കറക്റ്റ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരും. പിന്നെ ബാക്കി ഇത് ഫംഗ്ഷന് ആണ് നമ്മൾ പഠിച്ചത്. പിന്നെ ബാക്കി നോക്കാം. പിന്നെ അടുത്തത് കോമ്പിനറ്റോറിക്സ്. കോമ്പിനറ്റോറിക്സ് കോമ്പിനറ്റോറിക്സ് കോമ്പിനറ്റോറിക്സില് പഠിക്കുന്നത് ആദ്യം പഠിക്കുന്നത് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ആണ്. പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും നമ്മളെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഗ്രൂപ്പ് അതില് ഈ 4 പേരുണ്ടെന്ന് നോക്ക്. 4 പേരിൽ നിന്നും 3 പേരുടെ എത്ര ഗ്രൂപ്പ് ആക്കി മാറ്റാം അതിനെ പറയുന്നതാണ് കോമ്പിനേഷൻ. 4 എണ്ണത്തിൽ നിന്നും മാക്സിമം 4 പേരെ വരെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റൂ. 4 പേരിൽ നിന്ന് ഒരിക്കലും 5 പേരെ പറ്റത്തില്ല. അതുകൊണ്ട് 4 പേരെ ഉള്ളൂ എങ്കിൽ 4 പേരിൽ നിന്നും മാക്സിമം 4 വരെ അറേഞ്ച് ചെയ്യാം. അപ്പൊ 4 പേരിൽ നിന്നും 3 പേരുടെ വീതം എത്ര ഗ്രൂപ്പ് ആക്കി മാറ്റാൻ നോക്കുന്നതാണ് 4C3. അപ്പൊ നോക്ക്, n ഒബ്ജക്ട്സിൽ നിന്നും 6 ഒബ്ജക്ട്സ് കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് NCR. n ഒബ്ജക്ട്സിൽ നിന്നും 6 ഒബ്ജക്ട്സ് കമ്പൈൻ ചെയ്യുമ്പോൾ NCR ആണ്. ഇത് ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്: n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ക്വസ്റ്റ്യൻ എടുക്കട്ടെ. നോക്കാം. അപ്പൊ ഇതില് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5ൽ തുടങ്ങി 1 വീതം കുറഞ്ഞു അവസാനം 1 വരെ വരണം. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 5 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2ൽ തുടങ്ങി 1 വരെ 2 ഇൻറ്റു 1 2. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങോട്ട് എഴുതണം. 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 3 60, 60 ഇൻറ്റു 2 120 ഇൻറ്റു 1 120. 0 ഫാക്ടോറിയൽ എപ്പോഴും 1 ആണ്. 1 ഫാക്ടോറിയൽ 1 തന്നെ. ഇതാണ് ഫാക്ടോറിയൽ. അപ്പം 4 പേരാണ് ABCD. 4 പേരിൽ നിന്നും 3 പേരുടെ ടീം ഗ്രൂപ്പ് ചെയ്യുന്നതാണ് 4C3. NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് NCR. n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പൊ 4C3 പറഞ്ഞേ. എന്നിന്റെ സ്ഥാനത്ത് എത്ര എണ്ണമാണോ എടുക്കുന്നത് അതാണ് n. മൊത്തം വരുന്നതാണ് n. അതിൽ നിന്ന് എത്ര എണ്ണം എടുക്കുന്നു അതാണ് 6. ഇത് ഇട്ട് പറഞ്ഞേ.
ഇക്വേഷനകത്ത് എന്നിന് വരെ 4-ഉം ആറിന് വരെ 3 ഇട്ട് പറ. ഒരു മിനിറ്റ്. പറ. 4 ഫാക്ടോറിയൽ ബൈ 3 into 3 ഫാക്ടോറിയൽ. 3 into 4 minus 3 ഫാക്ടോറിയൽ. 4 minus 3 1 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ അറിയാം. 4 into 3 into 2 into 1 by 3 ഫാക്ടോറിയൽ. 3 into 2 into 1 into 1 ഫാക്ടോറിയൽ 1. 3 into 2 into 1 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ 4/1 4 ആണ്. ഇങ്ങനെയാണ് നമ്മൾ നേരിട്ട് ഇക്വേഷൻ വഴി ചെയ്യുന്നത്. ഇതിനൊരു എളുപ്പ മാർഗമുണ്ട്. വേറെ ഇനിയുണ്ട്. 4C3 എന്ന് പറഞ്ഞാൽ ഇത്രയും ശ്രദ്ധിക്കുക. ഈ ഇക്വേഷൻ അല്ലാതെ ചെയ്യുമ്പം 4-ൽ തുടങ്ങണം, 3 വാല്യൂസ് മുകളിലും 3 വാല്യൂസ് താഴെയും. മുകളിലത്തെ വാല്യൂസ് കുറയണം, താഴത്തെ വാല്യൂസ് കൂടണം. 4-ലാണ് തുടങ്ങേണ്ടത്. 3 വാല്യൂസ് മുകളിൽ, 3 വാല്യൂസ് താഴെ. 4-ൽ തുടങ്ങി 3 വാല്യൂസ്. അപ്പൊ 4 into 3 into 2. 3 വാല്യൂസ് മുകളിൽ, താഴെ 3 വാല്യൂസ്. 1 into 2 into 3. അപ്പൊ 2 into 3 2 into 3 വെട്ടിപ്പോയപ്പോഴും 4 തന്നെ വന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. 7C2 എന്നാണെങ്കിൽ 7-ൽ തുടങ്ങണം, 2 വാല്യൂ മുകളിലും 2 വാല്യൂ താഴെ. മുകളിൽ കുറയണം, താഴെ കൂടണം. ഒന്ന് പറഞ്ഞേ. 7C2. അവിനാശ് പറഞ്ഞേ. അവിനാശ്. അവിനാശ്. ചോദിക്കുമ്പോ അങ്ങ് പോയേക്കുവാണ്. ആദർശ് പറഞ്ഞേ. ആദർശ്. 7C2 പറഞ്ഞേ. ഹർഷിത. ഹർഷിത. സരിക. ഓക്കെ. സരിക. ജിബിൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഒരു റെസ്പോണ്ട് ഉള്ള. ജിബിനെ പറയടാ. 7C2 പറയും. 7 into 6 by 2 into 1. 1 into 2. Correct. 1 into 2. അപ്പൊ 2 6 വരെ വെട്ടിപ്പോയി 3. 7 into 3 21. 7 into 3 21. അതാണ് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്ക്. 4 പേരിൽ നിന്നും 3 പേരടങ്ങുന്ന 4 ഗ്രൂപ്പായിട്ട് മാറ്റാം. അതാണ് നമുക്ക് കിട്ടിയത്. 4 പേരിൽ നിന്ന് 3 പേരടങ്ങുന്ന 4 ഗ്രൂപ്പാക്കി മാറ്റാം. അതെ, ഇതാണ് 4 പേര്. അതിൽ നിന്നും 3 പേരടങ്ങുന്ന 4 ഗ്രൂപ്പാക്കി മാറ്റാം. അപ്പൊ ABC ഒരു ഗ്രൂപ്പാണ്. 3 പേരുണ്ട് ആ ടീമില്. ABC എന്ന് എഴുതിയാ പിന്നെ BCയെ എഴുതരുത്, CBയെ എഴുതരുത്. കാരണം ആ ഗ്രൂപ്പിനകത്തും സെയിം പേഴ്സൺസ് ആണുള്ളത്, സെയിം മെമ്പേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തിരിച്ചും മറിച്ചും എഴുതരുത്. ആ ഗ്രൂപ്പ് ABC എഴുതിയ CBയെയും BACയും ഒന്നും എഴുതരുത്. അടുത്ത 3 പേർ അടങ്ങുന്ന അടുത്ത ടീം. 4 ടീമുണ്ട്. ഒന്ന് പറയാവോ നോക്കി. ഇതിൽ നോക്കി പറ. ABCD 3 ഗ്രൂപ്പാക്കി, 4 ഗ്രൂപ്പാക്കി പറ. 3 പേരുടെ ABC എടുത്തു. ഇനി അടുത്ത് ഇതിന്ന് പറ. BCD ഒരു ഗ്രൂപ്പാണ്. 3 പേരുടെ അടങ്ങുന്ന ഒരു ടീം. അങ്ങനെ പറ. ഇനി 2 ടീം കൂടെ ഉണ്ട്. DBA. ശരിയാ. ഓക്കെ. ABD. BDA അത് സെയിം തന്നെ. കറക്റ്റ്. ഒന്നുകൂടെ ആളെ മാറ്റണേ. 3 ടീമായി. ഇനി ഒരു ടീം കൂടെ.
ബി ഡി എ അതാ നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. എ ബി ഡി ബി ഡി എ എല്ലാം ഒന്നല്ലേ? EDB. ACD തിരിച്ചു മറിച്ചു എഴുതാം. സെയിം മെമ്പേഴ്സ് ആണ്, തിരിച്ചു മറിച്ചു എഴുതാം. ഇങ്ങനെ 4 ഗ്രൂപ്പ് ആക്കി മാറ്റാം. അതാണ് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാല് കമ്പൈൻ ചെയ്ത് എഴുതുക. ഇത് തന്നെ പൊസിഷൻ വൈസ് മാറ്റി എഴുതുമ്പം പൊസിഷൻ വൈസ് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ഇങ്ങനെ പൊസിഷൻ വൈസ് മാറ്റി എഴുതുന്നതാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷനിൽ പൊസിഷൻ ആണ് മാറ്റുന്നത്. 4 പേരിൽ നിന്നും 3 പേരുടെ ടീം പൊസിഷൻ വൈസ് അറേഞ്ച് ചെയ്യുന്നതാണ് 4p3. NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ്. ഒരിക്കലും അവിടെ ആർ ഫാക്ടോറിയൽ ഇല്ല. കോമ്പിനേഷൻ ആണ്, ആർ ഫാക്ടോറിയലും ഉണ്ട്. അപ്പൊ NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവിടെ അതുപോലെ തന്നെ 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് 3 ഫാക്ടോറിയൽ. 4 മൈനസ് 3 1 ഫാക്ടോറിയൽ. 1 ഫാക്ടോറിയൽ 1 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 1 ഫാക്ടോറിയൽ 1. 1ഉം 1ഉം ക്യാൻസൽ ആയിപ്പോയി. 4 ഇൻറ്റു 3 12. 12 ഇൻറ്റു 2 24. 24 രീതിയിൽ 4 പേരിൽ നിന്നും 3 പേരെ പൊസിഷൻ വൈസ് അറേഞ്ച് ചെയ്യാം. അത് 24 രീതിയിൽ ചെയ്യാം. ഇതിന് എളുപ്പ മാർഗമുണ്ട്. അതായത് 4p3 എന്ന് പറഞ്ഞാൽ 4 തുടങ്ങണം, 3 വാല്യൂസ് മുകളിൽ, താഴെ വാല്യൂസ് വേണ്ട. കോമ്പിനേഷൻ ആണ്, താഴത്തെ വാല്യൂസ് കൂട്ടി എഴുതണം, താഴെ വാല്യൂസ് വേണ്ട. അപ്പൊ 4 ഇൻറ്റു 3 ഇൻറ്റു 2 അതും 24 തന്നെ. കണ്ടോ? അപ്പം പെർമ്യൂട്ടേഷൻ ആണ്, താഴെ വാല്യൂസ് വേണ്ട. കോമ്പിനേഷൻ ആണ്, താഴെയും കൂടി വാല്യൂസ് വേണം. അപ്പം 4 പേരിൽ നിന്നും 3 പേരെ പൊസിഷൻ വൈസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക. ഈ ABC എഴുതിയപ്പം എ ഫസ്റ്റ് പൊസിഷൻ, ബി സെക്കൻഡ്, സി തേർഡ് ആയി. തിരിച്ചും മറിച്ചും എഴുതാം. BAC എഴുതി, ABC ഒരെണ്ണം എഴുതി, അതിനെ തിരിച്ച് BAC എഴുതാം. അപ്പൊ ബി ഫസ്റ്റ് ആയി. CAB എഴുതാം. പിന്നെ ഇനി ഒന്നുകൂടെ വരുമല്ലോ എന്ന് പറഞ്ഞേ. ഇവിടുന്ന് തിരിച്ചും മറിച്ചും പറഞ്ഞ് CBA എഴുതാം. CBA പിന്നെ പൊസിഷൻ മാറ്റി പറയണം. ഈ ഗ്രൂപ്പ് മാത്രം പറ. CBA കഴിഞ്ഞു. പിന്നെ ACB ഇനി പറ്റുമോ? ഇതിന് ABC തന്നെയാണ് ഞാൻ ഈ പറയുന്നത്, പൊസിഷൻ മാറ്റി മാറ്റി. BCA കണ്ടോ? BCA അതായത് ഒരു ഗ്രൂപ്പ് തന്നെ പൊസിഷൻ മാറ്റി എഴുതിയപ്പോ പലരായി. ഫസ്റ്റ് A, സെക്കൻഡ് B, തേർഡ് C, ഫസ്റ്റ് A, സെക്കൻഡ് C, തേർഡ് B, ഇങ്ങനെ പൊസിഷൻ മാറ്റി അറേഞ്ച് ചെയ്യുന്നതാണ് പെർമ്യൂട്ടേഷൻ. അപ്പൊ ഒരു ഗ്രൂപ്പ് തന്നെ 1 2 3 4 5 6 സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ 6, ഇവിടെ 6, 6, അങ്ങനെ 6 × 4 24 രീതിയിൽ പൊസിഷൻ മാറ്റി എഴുതാം. അതാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷനിലുള്ള അറേഞ്ച്മെന്റ് ആണ്. അതാണ് പെർമ്യൂട്ടേഷൻ. ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ളത് പറയാം. ഇവാലുവേറ്റ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇവാലുവേറ്റ് n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. n is equal to r, r is equal to 2 ചെയ്തേ. ഇതിന്റെ അകത്ത് ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടുപിടി. വാല്യൂ പറഞ്ഞാൽ മതി ആൻസർ.
എത്രയാ? അല്ലേ? നോക്കട്ടെ. 6 ഫാക്ടോറിയൽ ബൈ 6 മൈനസ് 2 4 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 വേറെ ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ഇതേപോലെ പോവുക. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ബൈ 4 ഫാക്ടോറിയൽ. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അതാണ് ഫാക്ടോറിയൽ. ഇത് ഇതോടെ ക്യാൻസൽ ആയിപ്പോയി. 6 ഇൻറ്റു 5 30. കണ്ടോ? അതാണ് ആൻസർ. പിന്നെ ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഒരു വേർഡ് തന്നിട്ട് ഏതൊക്കെ രീതിയിൽ അത് അറേഞ്ച് ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇൻ ഹൗ മെനി ഓഫ് ദി distinct permutations of the word, in how many of the distinct permutations of the word, how many of the distinct permutation of the word Mississippi, in how many of the distinct permutation of the letters of the word Mississippi. ഈ ഒരു വേർഡ് തന്നിട്ട് ഏതൊക്കെ രീതിയിൽ അത് പെർമ്യൂട്ടേഷൻ വഴി അറേഞ്ച് ചെയ്യാവുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കേണ്ടത് ഓരോ ലെറ്റർ എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റഡ് ആണോ നോക്കണം. എം എത്ര പ്രാവശ്യം ഉണ്ടോ നോക്കണം. 1, ഐ 1, 2, 3, 4, ഐ 4. എസ് എത്രയുണ്ട് പറ. എസും പിയൂടെ ഉള്ളു. ഇനി എസും പിയും 4. പി 2. ഓക്കെ. മൊത്തം എത്രയാന്ന് നോക്കിയേ. മൊത്തം കൂട്ടിക്കേ. 11. അപ്പൊ ഇതിലെ ഒരു വേർഡ് തന്നിട്ട് അതിന്റെ അറേഞ്ച്മെന്റ് നോക്കുമ്പോ മുകളില് മൊത്തം എഴുതണം. 11 ഫാക്ടോറിയൽ ബൈ താഴെ ഓരോന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എം ഒരു പ്രാവശ്യം 1 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ചെയ്താലും ഇങ്ങനെ ഇട്ടാലും മാർക്ക് തരും. ഇത് കാൽക്കുലേറ്റർ ക്ലാസ്സിൽ അലൗഡ് ആണ്. കാൽക്കുലേറ്ററിൽ ചെയ്യാം. നേരിട്ട് വാല്യൂ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ എടുക്കും. 11 ഫാക്ടോറിയലിന് കൊടുത്താൽ ആൻസർ വരും. അങ്ങനെ ചെയ്യാം. ഒരു വേർഡ് തന്നിട്ട് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ്. മൊത്തത്തിലുള്ള ഫാക്ടോറിയൽ ബൈ ഓരോ ലെറ്റർ എത്ര പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് നോക്കണം. പിന്നെ ഇതില് നമ്മള് ക്വസ്റ്റ്യൻ വരുന്നത് വേർഡ് പ്രോബ്ലം വരും. അതായത് അതിനകത്ത് ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്നാണ് പറയുന്നതെങ്കിൽ, പെർമ്യൂട്ടേഷനും നമ്പർ ഓഫ് വേസ് അല്ലെ കമ്പൈൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് കോമ്പിനേഷനുമാണ്. ഓർക്കണം, നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണെങ്കിൽ അത് പെർമ്യൂട്ടേഷനും, നമ്പർ ഓഫ് വേസ് അല്ലെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അത് കോമ്പിനേഷനിലുമാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പറയാം. ഇൻ ഹൗ മെനി വേസ് can a team of 3 boys, can a team of 3 boys and 3 girls, 3 boys and 3 girls be selected, 3 boys and 3 girls be selected from 5 boys and 4 girls, 5 boys and 4 girls, 5 boys and 4 girls. അതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി വേസ് എന്നാണ്. ഇൻ ഹൗ മെനി വേസ് അല്ലെ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ആണെന്ന് മസ്റ്റ് ആയിട്ട് ഓർക്കുക. ഹൗ മെനി വേസ് ക്വസ്റ്റ്യന് ക്യാൻ എ ടീം ഓഫ് 3 boys and 3 girls, 3 ബോയ്സിനെയും
3 ഗേൾസിനെ സെലക്ട് ചെയ്യണം. അത് ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം ബോയ്സ് 5 ബോയ്സും 4 ഗേൾസും ആണ്. അപ്പൊ 5 n ഒബ്ജക്ട്സിൽ നിന്നും 6 ഒബ്ജക്ട്സ് എഴുതുന്നതാണ് NCR. അപ്പൊ 5 ബോയ്സിന്ന് 3 ബോയ്സിനെ എടുക്കുന്നതാണ് 5C3. 5 പേരിൽ നിന്ന് 3 പേരെ എടുത്തു ബോയ്സ്. ഇൻറ്റു ബാക്കി 4 ഗേൾസിന്ന് 3 ഗേൾസ് എടുത്തു 4C3. കോമ്പിനേഷൻ ശ്രദ്ധിക്കാം. 5 ബോയ്സിന്ന് 3 ബോയ്സ് എടുക്കുമ്പോ 5C3 ഇൻറ്റു 4 ഗേൾസിന്ന് 3 ഗേൾസ് എടുത്തപ്പോ 4C3. ഇതിന് ചെയ്ത് കാണിക്കണം. 5C3 ചെയ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതല്ല. 5C3യും 4C3യും ചെയ്യുക. കാൽക്കുലേറ്റർ സയന്റിഫിക് ഉണ്ട്, അതാ ചെയ്യുക. ആൻസർ പറയാ. 5C3 ഡിഫൈൻ ചെയ്ത് പറഞ്ഞേ. 5C3 5 ഇൻറ്റു 5 into 4 into 3 3 into by 2 into 1 into 2 into 3. 4C3യും കൂടി 4 into 3 into 2. 3 into 2. By 1 into 2 into 3. 1 into 2 into ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളയാം. 3യും 3യും പോയി, 2ഉം 4ഉം പോയി, 2. 5 into 2 10 into 2 into 3 3 into 2 വെട്ടിപ്പോയി. 10 into 4 ആൻസർ 40. എത്ര ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ നമ്പർ ഓഫ് വൈസ് പറയുമ്പം എത്രയാണോ മൊത്തം അതിൽ നിന്നും ആ പറയുന്ന ഗ്രൂപ്പ് എടുക്കണം. ഇൻറ്റു ബാക്കിയും കൂടി കമ്പൈൻ ചെയ്ത് എഴുതണം. ഒരു ക്വസ്റ്റ്യൻ പറയാം. Find the number of ways. Question എഴുതണേ. Find the number of ways. Find the number of ways. Number of ways of selecting 9 balls. Of selecting 9 balls. Of selecting 9 balls from 6 red balls. From 6 red balls, comma 5 white balls, 5 white balls, and 5 blue balls, and 5 blue balls, and 5 blue balls. If each selection consists of, if each selection consists of 3 balls of each color, 3 balls of each color. If each selection consists of 3 balls of each color. Question ശ്രദ്ധിക്കണം. മൊത്തം 9 ബോൾസ് ആണ് എടുക്കേണ്ടത്. ഇത്രയും ബോൾസ് ആണ് അവിടെ ഉള്ളത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഈച്ച് കളറിൽ നിന്നും 3 വീതം എടുക്കണം. ഓരോ കളറിൽ നിന്നും 3 വീതം. അപ്പൊ മൊത്തം 6 റെഡ് ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് 3 എടുത്തു. അപ്പൊ 6C3. ഈ എടുക്കുന്ന എത്രയാണോ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ 6ൽ നിന്ന് 3 എടുത്തു. ബാക്കി അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. 9 എണ്ണമാണ് വേണ്ടത്. 6 റെഡിൽ നിന്ന് 3 റെഡ് എടുത്തു. 5 വൈറ്റ് ബോൾസ് ഉണ്ട്. അതിൽ നിന്ന് 3 എടുത്തു. 5C3. അപ്പൊ നിങ്ങൾ ആരേലും വേറെ ഗ്രൂപ്പിലുള്ള കുട്ടികളായിരുന്ന ചോദിച്ചേനെ, ഇവിടെ ഇപ്പൊ 2 ബ്ലൂ ബോൾസ് ഉള്ളൂ എങ്കിൽ എങ്ങനെ 3 എടുക്കുന്നു? അപ്പൊ അത് അവോയ്ഡ് ചെയ്യണം. എത്ര അതിൽ പറയുന്നതിൽ ഇപ്പൊ 3 ബോൾസ് എടുക്കണമെങ്കിൽ മാക്സിമം ഈ ഗ്രൂപ്പിൽ 3 വേണം. 3 താഴെയുള്ള ബോൾസിന്റെ എണ്ണം എങ്കിൽ അത് നമുക്ക് എടുക്കണ്ട, അവോയ്ഡ് ചെയ്ത് പോണം. അപ്പൊ 5 വൈറ്റ് ബോൾസിൽ നിന്നും 3 വൈറ്റ് ബോൾസ് എടുത്തു. അപ്പൊ 3 6 ആയി.
ഇനി 5 ബ്ലൂ ബോൾസിൽ നിന്നും 3 ബ്ലൂ ബോൾ എടുക്കണം. അപ്പോഴും 5C3. ഇപ്പൊ ഈ താഴെ നോക്കണം, 3 3 6 3 9 ഇങ്ങനെയാണ് ആകുന്നത്. അപ്പൊ ഇനി ബാക്കി ചെയ്തേ, ഇത് ചെയ്തേ, ഓരോ ഗ്രൂപ്പും ചെയ്ത് ആൻസർ പറ. ഓരോന്നും ചെയ്ത് താഴെ മുകളിൽ ഒരുപോലെയുള്ള വെട്ടിക്കളഞ്ഞിട്ട് ബാക്കി മൾട്ടിപ്ലൈ ചെയ്ത്. തെറ്റ് വേണേ കറക്റ്റ് ചെയ്യാം, ഉത്തരം പറയണം. മിസ് 2000 ആണോ? കറക്റ്റ് 2000. കറക്റ്റ്, വെരി ഗുഡ്. 2000. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് 5 card combinations. Determine the number of 5 card combinations. Determine the number of 5 card combinations. Determine the number of 5 card combinations out of a deck of 52 cards. Determine the number of 5 card combinations out of a deck of 52 cards. If there is exactly 1 ace, in each combination, 1 ace in each combination, 1 ace in each combination, 1 ace in each combination. അതായത് ക്വസ്റ്റ്യൻ നോക്കണം, 5 കാർഡാണ് എടുക്കേണ്ടത്. മൊത്തം 52 കാർഡ്സ്. മൊത്തം നിങ്ങൾക്ക് ചീട്ടറിയാം. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52. പിന്നെ ഇത് നമ്മൾ ഇനി പ്രോബിലിറ്റിയിലും പഠിക്കും. ഈ 52-ല് 4 സ്യൂട്ട്സ് ആണുള്ളത്, 4 കാറ്റഗറി. സ്പെയ്ഡ് എന്ന് പറയും, സ്പെയ്ഡ്. പിന്നെ ക്ലബ്സ്, സ്പെയ്ഡ്സ്, ക്ലബ്സ്, ഹാർട്ട്സ്, ഡയമണ്ട്. ഇത്രയും 4 സ്യൂട്ടുകളാണുള്ളത്. സ്പെയ്ഡ്, ക്ലബ്ബ്, ഹാർട്ട്, ഡയമണ്ട്. ഓരോന്നും ഓരോ സ്യൂട്ടും ഓരോ കാറ്റഗറിയും 13 വീതം. ഇത് ഓരോന്നും 13 വീതമാണ്. പിന്നെ അറിയാവുന്നത് എയ്സ് കാർഡ് 4 ആണ്. എയ്സ് കാർഡ് 4, ഓരോ സെറ്റിൽ ഓരോന്ന് വീതം. ക്യൂൻ കാർഡ് 4, കിങ്ങും 4, ക്യൂനും 4, എയ്സും 4. ഇത്രയൊക്കെ അറിയാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞത് 52 കാർഡ്സിൽ 5 എണ്ണം എടുക്കണം. അതില് എക്സാക്ട്ലി 1 എയ്സ്, ഒരെണ്ണം കറക്റ്റ് ആയിട്ട് എയ്സ് ആയിരിക്കണമെന്ന്. എയ്സ് കാർഡ് ആയിരിക്കണം ഒരെണ്ണം മസ്റ്റ് ആയിട്ട്. അപ്പൊ അറിയാം 52-ല് എയ്സ് കാർഡ് 4 എണ്ണമാണുള്ളത്. 52-ല് എയ്സ് കാർഡ് 4 മാറ്റിയാൽ ബാക്കി കാർഡ് എത്രയാ? 52-ന്ന് 4 അങ്ങ് മാറ്റി, മിച്ചം 48. പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എയ്സ് കാർഡ് ഒരെണ്ണം ഫിക്സഡ് ആണ്. എക്സാക്ട്ലി 1 കാർഡ് എയ്സിൽ നിന്നും. അപ്പൊ എയ്സ് മൊത്തം 4 ആണ്. അതിൽ നിന്ന് ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഒരെണ്ണം ഫിക്സ് ചെയ്തു. അപ്പൊ ബാക്കി ഇനി അവിടെ 5 എണ്ണമാണ് മൊത്തം വേണ്ടത്. 1 എടുത്തു കഴിഞ്ഞു. എയ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് 1 എടുത്തു കഴിഞ്ഞു.
ഇനി ബാക്കി എയ്സ് അല്ലാത്ത ഗ്രൂപ്പ് മൊത്തം 48 ഉണ്ട്. അവിടുന്ന് വേണം ബാക്കി 4 എണ്ണം എടുക്കാൻ. 48 C4 കണ്ടോ, 4 1 5, 4 1 5. എയ്സ് കാർഡ് മൊത്തം 4 അതിൽ നിന്നും 1 ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളതിൽ നിന്ന് വേണം ബാക്കി എടുക്കാൻ. അപ്പൊ ബാക്കി 48 കാർഡ്, അതിൽ നിന്നും ബാക്കി 4 എണ്ണം എടുത്തു. ഇത് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഇത് ഇങ്ങനെയാണ് കൂട്ടേണ്ടത്. 4 1 5, 5 കാർഡായി. അങ്ങനെയാണ് അത് കൂട്ടേണ്ടത്. അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. പിന്നെ എന്താണ് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പഠിച്ചിട്ട് ഡൗട്ട്സ് ചോദിക്കണം. ഇതേ മോഡല് പല രീതിയിൽ നമ്പർ ഓഫ് വേസ് അറേഞ്ച്മെന്റ്സും കോമ്പിനേഷന്റെയും ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു പോർഷൻ പറഞ്ഞത് ബൈനോമിയൽ കോയിഫിഷ്യൻസ്. ഇതിനകത്ത് ഒരു പോർഷൻ ആണ്. ഇതിന്റെ ഈ ചാപ്റ്ററിൽ തന്നെ ഉള്ളത് ബൈനോമിയൽ കോയിഫിഷ്യൻസ്. ബൈനോമിയൽ കോയിഫിഷ്യൻസ്, ബൈനോമിയൽ കോയിഫിഷ്യൻസ് ഇതിനകത്തെ പോർഷൻ ആണ്. ബൈനോമിയൽ കോയിഫിഷ്യൻസിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് 2 ടേം തമ്മിലുള്ള പവർ എത്ര വലുതാണെങ്കിലും അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറമാണ് ബൈനോമിയൽ തിയറം. 2 എണ്ണം തമ്മിലുള്ള പവർ പ്ലസോ മൈനസോ എന്തേലും ആയിക്കോട്ടെ, അത് എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറമാണ് ബൈനോമിയൽ തിയറം. ഇപ്പൊ a+b⁴n, സാധാരണ a+b⁴3 വരെയൊക്കെ നിങ്ങൾക്ക് അറിയാം. എക്സ്പാൻഷൻ ഇക്വേഷൻസ് ഒക്കെ അറിയാം. പവർ എത്ര വലുതാണെങ്കിലും എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറമാണ് ബൈനോമിയൽ തിയറം. പ്ലസും വരാം മൈനസും വരാം. ഈ തിയറം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാം. പവർ n വരെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് NC0, NC1, NC2 അങ്ങനെ NCn വരെയാണ് പോകേണ്ടത്. അപ്പൊ NC0 ഫസ്റ്റിന്റെ പവർ ഫുള്ളും സെക്കൻഡിന്റെ പവർ 0യും. ഫസ്റ്റ് ടേം A, സെക്കൻഡ് ടേം B ആണ്. ഫസ്റ്റ് ടേമിന്റെ പവർ ഫുള്ളും സെക്കൻഡ് ടേമിന്റെ പവർ 0യും. ഈ ഓർഡറിൽ പോണം. ഫസ്റ്റിന്റെ പവർ കുറയണം, സെക്കൻഡിന്റെ പവർ കൂടണം. NC1 a⁻, ഫസ്റ്റിന്റെ പവർ കുറഞ്ഞു, സെക്കൻഡിന്റെ പവർ കൂടി, പ്ലസ് NC2 a⁻n-2 b⁻2. അടുത്ത ടേം പറഞ്ഞ് ഫസ്റ്റിന്റെ പവർ 1 കുറയണം, സെക്കൻഡിന്റെ പവർ 1 കൂടണം. ഇതേപോലെ പറഞ്ഞേ NC3 NC0 NC1 NC2. അടുത്തത് ഇങ്ങനെ ഇത് കൂടി വരണം. NC3 0 1 2 NC3 a⁻, കുറയുക n-3 ഇൻറ്റു ബിയുടെ പവർ കൂടണം, ബിയുടെ പവർ 3. 0 1 2 3 അങ്ങനെ പോയി ലാസ്റ്റ് NCn വരെ. NCn a⁻n-n b⁻n, a⁻n-n b⁻n. ഇങ്ങനെ ഇങ്ങനെയാണ് എക്സ്പാൻഷൻ പോകുന്നത്. ഇതാണ് ബൈനോമിയൽ തിയറം. ഒന്നുകൂടെ പറയാം. ഫസ്റ്റിന്റെ പവർ ഫുൾ എടുക്കണം, സെക്കൻഡിന്റെ പവർ 0യിൽ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റിന്റെ പവർ കുറഞ്ഞ് ലാസ്റ്റ് 0 ആകും. ഇത് 0 ആണ്, a⁻0. സെക്കൻഡിന്റെ പവർ 0യിൽ തുടങ്ങി അവസാനം n വരെ ആകും. നടുക്ക് മൈനസ് ആണ് വരുന്നതെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് മൈനസിൽ പോകും. നടുക്ക് മൈനസ് ആണെങ്കിൽ പ്ലസ് മൈനസിലാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ്. ക്വസ്റ്റ്യൻ എഴുതുക. എക്സ്പാൻഡ് x plus
1/x the whole raised to 6. Expand x plus 1/x the whole raised to 6. Expand x plus 1/x the whole raised to 6. അപ്പൊ ഇതിനകത്ത് പ്രത്യേകം ഓർക്കുക, ഒരു പവർ എത്രയാണോ അതിനോടുകൂടി ഒന്നുകൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് വരിക. പവർ n ആണെങ്കിൽ n+1, പവർ 6 ആണെങ്കിൽ 6+1 7. പവറിനോട് കൂടി ഒന്നുകൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. അപ്പൊ പവർ 6 ആണെങ്കിൽ 7 ടേംസ്, പവർ 7 ആണ് വരുന്നതെങ്കിൽ 8 ടേംസ് വരും. അപ്പൊ ഫസ്റ്റ് ടേം എയുടെ വാല്യൂ എക്സ്, സെക്കൻഡ് ടേം ബിയുടെ വാല്യൂ 1/x, എന്നിന്റെ വാല്യൂ 6. എയുടെ വാല്യൂ എക്സ്, ബി 1/x, എന്നിന്റെ വാല്യൂ 6. ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യണം, ഇതേപോലെ തന്നെ എടുക്കണം. സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ പറയാം. 6c0, ഫസ്റ്റിന്റെ പവർ ഫുള്ള്, സെക്കൻഡിന്റെ പവർ 0 സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയാണ് പോകേണ്ടത്. ഫസ്റ്റിന്റെ പവർ ഫുള്ള്, സെക്കൻഡിന്റെ പവർ 0. ഇനി ഫസ്റ്റിന്റെ പവർ 1 വീതം കുറഞ്ഞു കുറഞ്ഞു പോകും, സെക്കൻഡിന്റെ പവർ കൂടി കൂടിയും പോകും. അടുത്ത ടേം 6c1 എവിടെ അവസാനിക്കുന്നതെന്ന് വെച്ചാൽ പവർ എത്രയാണോ അതുവരെ. n ആണ് NCN, 6 ആണ് 6c6, 5 ആണ് 5c5, 4 ആണ് 4c4. അടുത്ത ടേം പറ 6c1. അടുത്ത ടേം 6c1 x റൈസ് ടു 1 കുറഞ്ഞു 5, 1/x റൈസ് ടു 1 പ്ലസ് അടുത്ത പറ 6c1 x റൈസ് ടു 4 ഇൻറ്റു 1/x റൈസ് ടു പ്ലസ് അടുത്ത 6c3 1/x റൈസ് ടു 3 പ്ലസ് അടുത്ത 64 എക്സിന്റെ പവർ വീണ്ടും കുറഞ്ഞു, x റൈസ് ടു 2 4 സെക്കൻഡ്. അടുത്ത 65 കറക്റ്റ്. ഒരു ടേം കൂടെ 6c6 x റൈസ് ടു 0, 1/x റൈസ് ടു 6. ഓക്കെ, അപ്പം ഇത്രയതിന് കിട്ടും. ഒരു മാർക്കോ 1.5 മാർക്കോ ഇത്ര എക്സ്പാൻഡ് ചെയ്യുന്നതിന് കിട്ടും. അപ്പൊ ഇനി ഇതിന്റെ എല്ലാം വാല്യൂ കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ കാണാൻ ഇത്രയും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. ഇതിന്റെ എല്ലാം വാല്യൂ കാണണം. NC0 1 ആണ്, NC1 n ആണ്, NCN-ഉം 1 ആണ്. ഇത്രയും അറിയണം. NC0 1, NCN 1, NC1 n ആണ്. അപ്പൊ 6C0, 6C1, 6C2, 6C3, 6C4, 6C5, 6C6. പിന്നെ ഒരു ഇക്വേഷൻ കൂടെ പഠിപ്പിക്കട്ടെ, നോക്കാം. NCR ഈസ് ഈക്വൽ ടു NCN-R ആണ്. ഏതൊരു വലിയ വാല്യൂ ഇവിടെ വന്നാലും അതിനെ ചെറുതാക്കി എഴുതാം, രണ്ട് സെയിം ആയിരിക്കും ആൻസർ. ഇപ്പൊ 100C 98 എന്ന് പറഞ്ഞാൽ 100ൽ തുടങ്ങി 98 പ്രാവശ്യം മുകളിലും 98 പ്രാവശ്യം താഴെയും പറ്റത്തില്ല. അപ്പൊ നമ്മള് ഈ റിസൾട്ട് നോക്കണം. 100C 100 - 98 2, കണ്ടോ? 100C2 സെയിം ആണ്. 7C6 എന്ന് പറഞ്ഞാൽ 7ൽ തുടങ്ങി 6 പ്രാവശ്യം അവിടെ ചെയ്യണ്ട, എന്നിനോട് അടുത്താണ് 6 വരുന്നെങ്കിൽ ചെറുതാക്കാൻ. 7C 7 - 6 1 ആണ്. 7C 7 - 6 1, കണ്ടോ? ഇങ്ങനെ ചെറുതാക്കി എഴുതാം. n വലുതും 6 അതിനോട് അടുത്തും വന്നാൽ അങ്ങനെയാക്കാം. ഇതാ ഇവിടെ നോക്കിയേ, 6C5 എന്ന് പറഞ്ഞ് 6C5 ഇതേപോലെ ഒന്ന് പറഞ്ഞു ചെറുതാക്കി 6C5.
6C5 6C n minus r 6C1 correct, very good. 6C1 6C4 6C2 okay correct. ഇനി ഇവിടെ നോക്ക്. അപ്പൊ NC1 n ആണ്. അപ്പൊ 6C1 6 ആയി. NCN 1 ആണ്. രണ്ട് സെയിം വന്നാൽ ആൻസർ 1 ആണ്. എല്ലാം വെട്ടിപ്പോവും. അപ്പൊ 6C6 1 NC0 1 ആണ്. അപ്പൊ 6C0 1 NC1 n ആണ്. അപ്പൊ 6C1 6 6C2 ചെയ്യാൻ അറിയാം. 6 into 5 by 1 into 2 6 into 5 by 1 into 2 2 6 വെട്ടിപ്പോയി 3 into 5 15. അത് തന്നെയാണ് 6C2 15 വരുന്നത്. 6C3 6 into 5 into 4 by 1 into 2 into 3 3 6 വെട്ടിപ്പോയി 2 വെട്ടിപ്പോയി 5 into 4 20 5 into 4 20 5 into 4 20. ഇത്രയും വാല്യൂസ് അറിയണം. എന്നിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇട്ട് കൊടുക്കണം. ഓരോ ടേമും നോക്കണം. ഓരോ ടേമും 6C0 1 ആണ്. ഇത് 1 ഒരു വാല്യൂ റേസ് ടു 0യും 1 ബാക്കി മിച്ചം എക്സ് റേസ് ടു 6. ഇവിടെ നോക്കണം ഓരോ ടേമും ഇത് വാല്യൂ കണ്ടുപിടിച്ച് എഴുതണം. ഇത് 1 ഇത് 1 അപ്പൊ മിച്ചം എക്സ് റേസ് ടു 6 പ്ലസ് 6C1 നമ്മൾ എഴുതി വെച്ചു 6 into എക്സ് റേസ് ടു 5 into 1 by എക്സ് റേസ് ടു 1 by എക്സ് പ്ലസ് അടുത്ത 6C2 എന്ന് പറഞ്ഞാൽ 15 into എക്സ് റേസ് ടു 4 into 1 by x the whole square എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെ സ്ക്വയർ 1 square 1 by x square plus 6C3 20 into x cube into 1 by x the whole cube 1 cube by x cube plus 6C4 15 into x square 1 raised to 4 1 raised to 4 1 by x raised to 4 plus 6C5 6 into x into 1 raised to 5 1 by x raised to 5 plus 6C6 1 x raised to 0 1 1 raised to 6 1 by x raised to 6. ഇത്ര ഓരോന്ന് എക്സ്പാൻഡ് ചെയ്ത് അവിടെ എഴുതിയിട്ട് പിന്നെ നോക്കേണ്ട ഇത്ര അവിടെ നമ്മൾ എഴുതി. ഒരു പ്ലസ് തൊട്ട് അടുത്ത പ്ലസ് വരെ ഇൻറ്റു ആണ്. താഴെ മുകളിലും കോമൺ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പൊ എക്സ് റേസ് ടു 6 അവിടെ എഴുതി പ്ലസ് ഒരു എക്സും എക്സ് റേസ് ടു 5ഉം വെട്ടിപ്പോയി എക്സ് റേസ് ടു 4 അപ്പൊ 6 എക്സ് റേസ് ടു 4 പ്ലസ് ഒരു എക്സ് സ്ക്വയറും ഇതോടെ വെട്ടിപ്പോയി അപ്പൊ 15 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബൂടെ വെട്ടിപ്പോയി 20 പ്ലസ് എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 വെട്ടിപ്പോയി 15 by എക്സ് സ്ക്വയർ പ്ലസ് ഒരു എക്സ് റേസ് ടു 5 വെട്ടിപ്പോയി എക്സ് റേസ് ടു 4 6 by എക്സ് റേസ് ടു 4 പ്ലസ് 1 by എക്സ് റേസ് ടു 6. ഇതാണ് ആൻസർ. കണ്ടോ, ഇങ്ങനെയാണ് എക്സ്പാൻഷൻ ചെയ്യേണ്ടത്. എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ശ്രദ്ധിക്കുക, ഞാൻ ഒന്നുകൂടെ പറയാം നോക്ക്. ഇപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പം ഇപ്പൊ 2x minus 3 the whole raised to 5 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നടുക്ക് മൈനസ് ആണെങ്കിൽ ഇതേ ഫോം തന്നെ പ്ലസ് മൈനസ് പോണം. സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലസ് പിന്നെ മൈനസ് അങ്ങനെ പോണം. അപ്പൊ എയുടെ വാല്യൂ 2x, ബിയുടെ വാല്യൂ 3, എന്നിന്റെ വാല്യൂ 5. എയുടെ വാല്യൂ 2x ബിയുടെ വാല്യൂ 3 എന്നിന്റെ വാല്യൂ 5. 5c പവർ എത്രയാണ് അതിൽ തുടങ്ങണം. 5c0 ഫസ്റ്റിന്റെ പവർ ഫുള്ള് 2x raised to 5, സെക്കൻഡിന്റെ പവർ 0. പ്ലസ്സിലാണ് തുടങ്ങിയത്, ഇത് പ്ലസ്. അടുത്ത ടേം മൈനസ് 5c1 ഫസ്റ്റ് ടേമിന്റെ പവർ 1 കുറഞ്ഞു, സെക്കൻഡിന്റെ പവർ 1 കൂടി. പ്ലസ് മൈനസ് അടുത്തത് പറ. പ്ലസ് അടുത്ത ടേം പറഞ്ഞേ.
പ്ലസ് 5C1 വരെ ഓക്കെ. ഇനി അടുത്ത് 5C2. ഫസ്റ്റിന്റെ പവർ ഒന്ന് കുറേ. 5C2 2x raised to 3 ഇൻറ്റു 3 raised to 2. 2. Correct. Minus 5C3 2x raised to 2 into 3 raised to 3. 3 plus 5C4 2x raised 2 to raised to 1 into 3 raised to 4 minus 5C5 2x raised to 0 into 3 raised to 5. ഇങ്ങനെ ചെയ്തിട്ട് ഓരോന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 5C0 അത് ഓരോന്നും കണ്ടുപിടിക്കണം. 5C0 NC0 1 ആണ്, അത് 1. പ്ലസും മൈനസും വന്നത് നടുക്ക് മൈനസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ്ലി പ്ലസ് മൈനസിൽ പോണം. ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ ചെയ്ത പ്ലസ് ആയിരുന്നു, അപ്പൊ ഫുള്ള് പ്ലസ്. നടുക്ക് മൈനസ് വന്നാൽ ബി -3 ആയിട്ട് അങ്ങനെയല്ല എടുക്കേണ്ടത്. ബി ഓൾറെഡി 3 ആയിട്ട് തന്നെ എടുക്കണം. നടുക്ക് മൈനസ് വന്നാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോ ഇങ്ങനെയാ, പ്ലസ് മൈനസിൽ പോണം. അങ്ങനെയാണ് എക്സ്പാൻഷൻ. പിന്നെ ഇത് ഓരോന്നും കണ്ടുപിടിക്കണം. പ്ലസ് ആണ് ഫുൾ പ്ലസ്, മൈനസ് ആണ് ഇങ്ങനെ പ്ലസ് സ്റ്റാർട്ട് ചെയ്യണം, മൈനസ് പ്ലസ് അങ്ങനെ പോണം. 5C0 1 ആണ്, 5C1 5 ആണ്, 5C2 5 into 4 by 1 into 2. അപ്പൊ ആൻസർ 10. 5C3 5 into 4 into 3 by 1 into 2 into 3. അപ്പൊ അതിന് 10 ആയി. 5C4 നമ്മൾ ഇപ്പൊ പഠിച്ചതുപോലെ 5C1 ആണ്, 5 5C5 1 ആണ്. അതെല്ലാം ഇവിടെ ഇട്ട് കൊടുക്കണം. എല്ലാം ഇവിടെ ഇട്ട് കൊടുക്കുമ്പോ നോക്കുക, 5C0 1 ഒരു വാല്യൂ റേസ്റ്റ് 0 1 2x raised to 5 എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പവർ കൊടുക്കണം. 2 raised to 5 into x raised to 5. 2 raised to 5 എന്ന് പറഞ്ഞാൽ 32x raised to 5. 2 raised to 5 32x raised to 5 minus 5C1 5 into 2x raised to 4 2 raised to 4 2 into 2 into 2 into 2 16 x raised to 4 into 3 കണ്ടോ, into 3 plus 5C2 10 into 2 cube 8 into x cube into 3 square 9 minus 5C3 10 into 2 square 4 into x square into 3 cube 27 plus 5C4 5 2x raised to 1 2 raised to 1 into x raised to 1 3 raised to 4 81 minus 5C5 1 ഒരു വാല്യൂ raised to 0 1 3 raised to 5 3 raised to 5 എന്ന് പറഞ്ഞ് 3നെ 5 പ്രാവശ്യം 81 into 3 243. ഇനി നോക്കേണ്ടത് ഒരു മൈനസ് തൊട്ട് അടുത്ത പ്ലസ് വരെ, ഒരു പ്ലസ് തൊട്ട് അടുത്ത മൈനസ് വരെ ഇൻറ്റു ആണ്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. 32x raised to 5. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അടിച്ച് മൈനസ് 16 into 5 into 3 അടിക്ക്. 16 into 5 into 3 16 into 5 into 3 അല്ലെ 16 into 15 അടിക്ക്. 16 into 15 1140 x raised to 4
പ്ലസ് 10 ഇൻറ്റു 8 ഇൻറ്റു 9 80 ഇൻറ്റു 9 10 ഇൻറ്റു 8 ഇൻറ്റു 9 720. 720 x raised to 3 പ്ലസ് 5 ഇൻറ്റു 2 10 10 ഇൻറ്റു 80 810 എക്സ് മൈനസ് 243 ഇങ്ങനെയാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഇനി നമ്മൾ ഇതല്ല പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യാതെ ഇടയ്ക്കുള്ള ടേം കാണാൻ അത് മാറി മാറി ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ എക്സ്പാൻഷൻ ആയിരിക്കും, ചിലപ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ടേം കാണാനായിരിക്കും, അല്ലെ ഇൻഡിപെൻഡന്റ് ടേം കാണാനായിരിക്കും. പല രീതി ക്വസ്റ്റ്യൻ മാറി മാറി വരും. അപ്പൊ പഠിപ്പിച്ച അത്രയും സെക്ഷൻ നോക്കുക, ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ. Thank you.